ഇന്ന് നമുക്കൊരു മുതിരപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മുതിരപ്പേരി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുതിരയൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. മുതിരയൊക്കെ ഒന്ന് നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം. നല്ല മണം വരും മുതിരയൊക്കെ വറുത്ത് പാകമാകുന്ന സമയത്ത്. മുതിരയൊക്കെ വറുത്ത് കൂട്ടാൻ വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നമ്മൾ നേരത്തെ തന്നെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ വറുത്ത മുതിര ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിൽ മുതിര 3 വിസിലടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് ചേർത്തിട്ട് വീണ്ടും ഒരു 3 വിസിൽ അടുപ്പിക്കാം. അതും അതേപോലെ ഫുൾ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ മുതിരയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടി ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള ചെറുതായി മുറിച്ചതും 1-2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒന്നുകിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച മുതിര അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചെരുവിയതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ മുതിരപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.